നമുക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കാനുള്ളത് എന്താ? ഐശ്വര്യം തരണം, സമാജം ശക്തമാകണം. നമുക്ക് വേണ്ടി വാദിക്കാൻ ആരാ ഉള്ളത്? ഇവിടുത്തെ ഹിന്ദു സമാജത്തിന് വേണ്ടി ആരാണ് വാദിക്കാനുള്ളത്? അവസരം കിട്ടുമ്പോൾ പറയും നിങ്ങളുടെ അയ്യപ്പൻ വ്രതം ആക്ഷേപിക്കും. അനുഭവിച്ചില്ലേ ശബരിമലയിൽ 2018 ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ആരാ തീരുമാനിക്കുന്നത്? ക്ഷേത്രഭൂമി, ക്ഷേത്രഭരണം, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കും. ഇന്നെല്ലാം സംഘടിതമായ ശക്തി, പച്ചയായിട്ട് പറഞ്ഞാൽ വോട്ട് ബാങ്ക്. ശരണമയ്യപ്പ, ശരണമയ്യപ്പ എല്ലാവരും ഏറ്റുപിടിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ശബരിമല, പവിത്രമായ ശബരിമല തീർത്ഥാടനം വളരെ ഭക്തി നിർഭരമായി നടന്നു വരുന്നു. എല്ലാ റോഡുകളും ഇപ്പോൾ ശബരിമലയ്ക്കാണ്. കൊറോണ 2 കൊല്ലം നമുക്ക്, 1 കൊല്ലം പ്രളയം, 2 കൊല്ലം കൊറോണ, ഈ തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ആ തടസ്സവും ഇത് കൂടാതെ പല തടസ്സങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് വീണ്ടും ശബരിമല സന്നിധാനം സജീവമായിരിക്കുകയാണ്. ഭാരതത്തിന് മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പ്രവഹിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നും നമ്മുടെ അയ്യപ്പന്മാർ പറയുന്ന പോലെ കഠിനമാണ് ഈ യാത്ര, കല്ലും മുള്ളും കാലുക്കും എത്തയെന്നൊക്കെ നമ്മൾ പണ്ട് പറയാറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ബസ് യാത്രയും പിരിവെക്കാനും കുടിവെള്ളം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്നും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും തീർത്ഥാടനം ആ രീതി ഭക്തിയോടുകൂടി നടക്കുന്നു. ഇതിനിടയിൽ ഒരു അയ്യപ്പൻ വിളക്കിന് പങ്കെടുക്കാൻ ഒരു അവസരമുണ്ടായി. അതിവിടെയല്ല, അത് യുണൈറ്റഡ് അറബ്, നമ്മുടെ UAE എമിറേറ്റ്സ്, അവിടെയാണ്. 6 രാജ്യങ്ങൾ ചേർന്ന ആ പ്രദേശത്ത് ഒരയ്യപ്പൻ വിളക്ക്. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് മനസ്സിൽ സങ്കല്പിക്കുക. മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അവിടുത്തെ എല്ലാം. ഇവിടുന്ന് ജോലിക്ക് പോയ ആൾക്കാരാണ്. അവരെല്ലാ വർഷവും ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി അയ്യപ്പൻ വിളക്ക് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൽ പോകാനൊരു അവസരം, ആദ്യമായിട്ടാണ് ഞാൻ ഭാരതത്തിന് പുറത്തേക്ക് പോകുന്നത്. ഏതായാലും അങ്ങനെ ഒരു അവസരം കിട്ടി. 2 ദിവസമായി. അതെല്ലാം ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ്. ഓഡിറ്റോറിയം, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചെറിയ ഓഡിറ്റോറിയം, അങ്ങനെ ഒരു വിശാലമായ ഒരു പ്രദേശം അവിടെയായിരുന്നു. അതിൻ്റെ നമ്മുടെ ശബരിമല മേൽശാന്തി, കഴിഞ്ഞ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ കർമ്മം അനുഷ്ഠിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി വന്ന് ഇല്ലത്ത് പോകാതെ നേരെ അങ്ങോട്ടാണ് വന്നത്. അദ്ദേഹമാണ് പൂജ മുഴുവൻ ചെയ്തത്. ശബരിമലയിൽ നടക്കുന്ന എല്ലാ പൂജയും, പ്രതിഷ്ഠ, കുടിമരപ്രതിഷ്ഠ, കൊടിയേറ്റ്, വടിപൂജ തുടങ്ങി എല്ലാ ചടങ്ങുകളും ഒരെണ്ണം പോലും കുറയ്ക്കാതെ എല്ലാം നടന്നു. കൂടാതെ അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ സോപാന സംഗീതം, പഞ്ചവാദ്യം, തായമ്പക, ഉടുക്ക് പാട്ട്, അമ്മമാരുടെ സഹസ്രനാമ ജപം, ഇങ്ങനെ എല്ലാ ചടങ്ങുകളും. 2 ദിവസമായി 20,000 പേരാണ് പങ്കെടുത്തത്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വർഷമായി ഇത്രയും ചിട്ടയും ഭക്തിയും നിറസാന്നിധ്യവുമായൊരു വിളക്ക് ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഭക്തി നിർഭരമാണ്. ധാരാളം യുവാക്കന്മാരും അമ്മമാരും കുട്ടികളും എല്ലാവരും പങ്കെടുത്ത, ഒരപശബ്ദം പോലും ഇല്ലാതെ, എന്തെങ്കിലും ഒരപശബ്ദം വേണ്ടേ, ഒരപശബ്ദം പോലും ഇല്ലാതെ പൂർണ്ണമായ ഭക്തിയോട് നടന്ന ഒരു വിളക്കാണ് ആ വിളക്ക്.
ഈ UAE അജ്മാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, അവിടെയാണ് ഈ പരിപാടി നടന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഭാരതത്തിന് പുറത്തേക്കും ജോലിക്ക് പോയാലും അവിടെയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അയ്യപ്പ ഭക്തി. അതിനിടയിലാണ് ഒരു വാട്സപ്പ് സന്ദേശം കണ്ടത്, പത്രത്തിലും വന്നിരുന്നു. ഒരു ഫ്രാൻസുകാരനായ ഒരു ഡോക്ടർ, ഫ്രഞ്ചുകാരനാണ്, അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം വന്നു. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു. ശരീരം മുഴുവൻ മഞ്ഞ നിറം. ഇനി കുറച്ച് ദിവസമുള്ളൂ, അതിനിടയിൽ എന്തും സംഭവിക്കാം എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സുഹൃത്ത് സംഭാഷണത്തിനിടയിൽ ശബരിമലയുടെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. പെട്ടെന്ന് ഈ ഫ്രഞ്ച് ഡോക്ടർ അതങ്ങോട്ട് ഉൾക്കൊണ്ടു. അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചു, ഞാൻ എൻ്റെ രോഗം മാറിയാൽ 41 ദിവസം വ്രതമെടുത്ത് ഞാൻ ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ പോകും എന്ന് അദ്ദേഹം വ്രതമെടുത്തു. സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിച്ചു. രോഗം പൂർണ്ണമായും മാറി. അത്ഭുതകരമാണ്. അതിനുശേഷം 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ആ ഡോക്ടർ ശബരിമല സന്നിധാനത്ത് വന്നു, ദർശനം നടന്നു. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വാട്സപ്പ് ന്യൂസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ ഏതാണ്ട് അയ്യപ്പനോടും അതുപോലുള്ള ഭക്തിയും വർദ്ധിച്ചു വരികയാണ്. ശബരിമല ശ്രീ അയ്യപ്പൻ ഒരു ഭേദവ്യത്യാസമില്ലാതെ, ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ, പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നൊരു ദേവൻ. അവിടെ എല്ലാവർക്കും വരാം, പക്ഷേ വ്രതം വേണം. അത് അയ്യപ്പൻ തന്നെ നിർദ്ദേശിച്ചു, നമുക്കെല്ലാവർക്കും അറിയാം. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് വേണം ശബരിമല ദർശനം നടത്താൻ. അപ്പം അങ്ങനെ 41 ദിവസത്തെ വ്രതം, കഠിന വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് അങ്ങനെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെയൊക്കെ വരുമ്പം കാണാം, ചെരുപ്പില്ലാതെ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ടാണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാർ. പിന്നെ എന്തെങ്കിലും തരത്തിൽ വ്രതഭംഗം വരുത്തുന്നവരാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടയം ജില്ലക്കാരും പത്തനംതിട്ട ജില്ലക്കാരുമാണ്. അവർ ചെരുപ്പ് അങ്ങേയറ്റം വരെ കൊണ്ടുപോകും. അത് തന്നെയല്ല, അവിടെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പം പറയും, നമുക്ക് നാളെ ശബരിമലയ്ക്ക് പോയാലോ? നാ പോവാം. അപ്പോൾ തന്നെ ഒരു വെള്ളത്തോർത്തൊക്കെ വാങ്ങി പോകും. അതുകൊണ്ട് പറയും വെള്ളത്തോർത്തുകാരാണ്. അവരങ്ങനെ അങ്ങ് പോവും. അയ്യപ്പനെ അവർ ദ്രോഹിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് തീർത്ഥാടനത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തിയോടുകൂടി വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം, പോകുന്ന ഭക്തനെ സംബന്ധിച്ചുള്ള തൃപ്തി, അത് വ്രതമില്ലെങ്കിലില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്രതം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ വേണം. ശബരിമല പോകുന്ന അയ്യപ്പൻ മാത്രമല്ല, വീടുകൾ പോലും ആ തരത്തിലായിരിക്കണം. 41 ദിവസത്തെ വ്രതം നമ്മുടെ വീട്ടിലും അനുഷ്ഠിക്കണം. പണ്ടൊക്കെ ശബരിമല പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ നമുക്കറിയാം, വളരെ ശുദ്ധ വൃത്തിയോടുകൂടി അതുപോലെ ദീപവും കൊളുത്തി വെച്ച് അങ്ങനെ നമ്മൾ ശരണം പിടിക്കുമായിരുന്നു. ഇന്ന് കുറേയൊക്കെ ഇല്ലെന്നില്ല. പക്ഷേ അതുകൊണ്ട് ഈ ഒരു വ്രതത്തിനും അനുഷ്ഠാനങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ നിർബന്ധിച്ച് ആരെ ശബരിമലയ്ക്ക് വിടുന്നില്ലല്ലോ, നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് എന്താ വരുന്നത്? ആ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ഗുണങ്ങളും വർദ്ധിക്കും, നമുക്ക് അതിൻ്റെ ചൈതന്യം വർദ്ധിക്കും. സാധാരണ പറയും, ആഹാരശുദ്ധി, വാക്ശുദ്ധി, ചിന്താശുദ്ധി എല്ലാം ശുദ്ധമായ തരത്തിൽ ഉള്ള ഒരു ജീവിതം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും കർമ്മശക്തിയും സഹസ്രനാമത്തിലൊക്കെ പറയുന്നത് പോലെ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ആരോഗ്യം, ആ രീതിയിലുള്ള നല്ല സ്വഭാവം, കുടുംബത്തിൻ്റെ ഐശ്വര്യം, ഇതെല്ലാം ഈ തീർത്ഥാടനത്തോടെ നമുക്ക് കിട്ടും. ഭാരതത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ എത്രയോ വർഷങ്ങളായി തുടർച്ചയായി തീർത്ഥാടനങ്ങൾ നമുക്ക് നടക്കുന്ന കാണാം. തീർത്ഥാടനം
ആ തീർത്ഥ പുണ്യസ്ഥലത്തേക്കുള്ള അടനം യാത്ര. ഉത്തരഭാരതത്തിൽ നിന്ന് രാമേശ്വരത്തേക്ക്, ഇവിടെ നിന്ന് രാമേശ്വര ദർശനം കഴിഞ്ഞതിന് ശേഷം കാശിയിലേക്ക്, ഹിമാലയ സാനുക്കളിൽ എന്ന് നമ്മൾ നോക്കിയാൽ ശരി ധാരാളം തീർത്ഥാടകരങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് കാണാം. ഭാഷ അതിർത്തി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും. നമ്മുടെ തൃശ്ശൂർ പേരൊരു ചിത്ര നമ്പൂതിരിപ്പാടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് റിട്ടയർഡായ ആളാണ്. 109 വയസ്സായി. ഈ പ്രാവശ്യം അദ്ദേഹം ഹിമാലയ യാത്രയ്ക്ക് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ 70 കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടാണ്. 109 വയസ്സായ ചിത്ര നമ്പൂതിരിപ്പാട് വീണ്ടും ഹിമാലയത്തിലേക്ക് പോകാൻ പോകുന്നു. അതൊരു ഇച്ഛാശക്തിയാണ് ആ തരത്തിൽ. അപ്പോൾ തീർത്ഥാടനത്തിന് വലിയ മഹത്വമുണ്ട്. അങ്ങനെ നമ്മൾ വ്രതമനുഷ്ഠിച്ച് ശബരിമലയ്ക്ക് പോയി 18-ാം പടി എല്ലാം ആ രീതി കയറി പവിത്രമായ സന്നിധാനത്തെത്തുമ്പോൾ നമുക്കറിയാം അവിടെ തത്വമസി എഴുതി വച്ചിട്ടുണ്ട്. നീ ആരെ അന്വേഷിച്ചാണ് വന്നത്? അത് നീ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി. നമ്മളിലെല്ലാം ഈശ്വരാംശമുണ്ട്. ഉപനിഷത്ത് സന്ദേശം അത് തന്നെ. ഈശാവാസ്യമിതം സർവ്വം. ഉള്ളിലും തുരുമ്പിലും എല്ലാം ഈശ്വരാംശമുണ്ട്. മറ്റ് മതചിന്തകൾ പോലല്ല നമ്മുടേത്. നമ്മളെല്ലാം ഈശ്വരാംശമുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ എല്ലാം ഈശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഉള്ളിലും തുരുമ്പിലും സർവ്വ ചരാചരങ്ങളിൽ സസ്യലതകളിലും എല്ലാം. അപ്പം അങ്ങനെ നമ്മൾ ഭക്തിയോടുകൂടി അവിടെ ചെല്ലുമ്പോൾ അത് നീ തന്നെ എന്നുള്ള ആ ഉപനിഷത്ത് സന്ദേശം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഈ ശബരിമല മണ്ഡല മകരവിളക്ക് ആ രീതിയിലുള്ള ആഘോഷങ്ങളും തീർത്ഥാടനങ്ങളും അതേപോലുള്ള വ്രതശുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കും. നമ്മളെന്താ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? കുടുംബത്തിന് ഐശ്വര്യം വേണം, പഠിക്കുന്ന മക്കളുടെ അവർക്ക് വിജയം വേണം, അങ്ങനെയൊക്കെയല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതല്ലാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും മംഗളം വരണം. മൊത്തം നമ്മുടെ ഋഷിമാരങ്ങനെ പ്രാർത്ഥിക്കുക, നമ്മുടെ പൂർവികരായ ആചാര്യന്മാരങ്ങനെ പ്രാർത്ഥിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ. കൃണ്ണന്തു വിശ്വമാരും, ലോകം മുഴുവൻ ശ്രേഷ്ഠമാകട്ടെ. യജ്ഞങ്ങൾ നടത്തുമ്പോഴും അങ്ങനെ തന്നെ, മഴ പെയ്യട്ടെ, കൃഷി നല്ല രീതിയിൽ കൃഷി നടക്കട്ടെ, സർവ്വ ജീവജാലങ്ങൾക്കും ഐശ്വര്യമുണ്ടാവും എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുക. പക്ഷെ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണം, നല്ല രീതിയിൽ ജോലിയില്ലാതെ ജോലി കിട്ടണം, ആരോഗ്യം വേണം. ഈ തരത്തിലൊക്കെ തെറ്റൊന്നുമല്ലത്. നമ്മൾ ഭഗവാനോടല്ലാതെ പിന്നീട് ആരോടെ പ്രാർത്ഥിക്കാം? അപ്പോൾ ആ തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്തായിട്ട് വരും? കുടുംബത്തിൻ്റെ ഐശ്വര്യം. കുടുംബത്തിൽ നിന്നല്ലേ നമ്മൾ കെട്ട് നിറയ്ക്കുക. കുടുംബത്തിൽ നിന്ന് നമ്മൾ വ്രതത്തോടു കൂടി കെട്ട് നിറച്ച് ശബരിമലയിൽ പോകുന്ന കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്നാണ്. അപ്പോൾ ആ വീടിൻ്റെ ഐശ്വര്യം അത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലും വേണം ഓരോ വീടും ഐശ്വര്യമുള്ള വീടായിട്ട് മാറണം. ഓരോ വീടും ഐശ്വര്യമുള്ള വീട്. ഐശ്വര്യമുള്ള വീടെന്ന് പറയുമ്പോഴോ ആ വീട്ടിലെ അച്ഛൻ, അമ്മ, മക്കൾ എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന വീട്. അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇന്ന് അപൂർവം നാമജപം. നാമം ജപിക്കുന്നവരൊക്കെ ടി വിയിലിരുന്ന് അവർ പാടും, നമ്മൾ കേൾക്കും. കുഞ്ഞുങ്ങളൊക്കെ നിന്ന് പാട്ട് പാടും, തേടി വരും കണ്ണുകേടി ഒക്കെ പാടും. ഇപ്പോഴാണ് നമ്മളെല്ലാം മാളികപ്പുറത്തമ്മയെ കണ്ടു. മാളികപ്പുറത്തമ്മയെ കണ്ടുവരുന്ന കൈവെക്കും. സിനിമ മാളികപ്പുറത്തമ്മ സിനിമ ഇങ്ങോട്ട് പുതുപ്പള്ളിക്ക് അതങ്ങോട്ട് എത്തിയിട്ടില്ല. പക്ഷേ ടൗണിൽ എവിടെ ചോദിച്ചാലും ഉടനെ കൈവെക്കും. എന്താ കാരണം? അത്രയ്ക്ക് നല്ലതാണെന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല, നല്ലതാണെന്ന് പറയുന്നു ആ രീതി. അപ്പോൾ നോക്കുമ്പോഴോ നമ്മുടെ വീട്ടിൽ നാമജപം നമുക്ക് നിർബന്ധമില്ല. നമ്മൾ പുതുപ്പള്ളി പ്രദേശമാണ്. പുതുപ്പള്ളിയിൽ നമുക്ക് ഔസേപ്പിൻ്റെയും മത്തായിയുടെയും മറിയാമ്മയുടെയും വീടുകളിലൊക്കെ ഒന്ന് പോകാം. എന്താണ് അവിടുത്തെ അന്തരീക്ഷം? അവിടെ സന്ധ്യയ്ക്ക് ടി വിയാണോ വെച്ചിരിക്കുന്നത്, അതോ പ്രാർത്ഥനയാണോ നടക്കുന്നത്? നമ്മൾ സ്വയം ചിന്തിക്കുക. അവിടുത്തെ കുട്ടികളെന്താ ചെയ്യുന്നത്? അവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞായറാഴ്ച അവരെന്താ ചെയ്യുന്നത്? അവർ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടോ? ഒന്ന് അന്വേഷിച്ച് നോക്കാം.
സുഹൃത്തുക്കളും ഒക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ചോദിക്കുക, മറിയാമ്മേ നിൻ്റെ ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്ന് പറയും. മറിയാമ്മ പറയും രാവിലെ എണീക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും, പള്ളിയിൽ പോവും, കുർബാനയെ പങ്കെടുക്കും, ഇങ്ങനെ ഓരോന്ന് പറയും. ഇനി നമ്മുടെ ലതയുടെ ടൈം ടേബിൾ ഒന്ന് എടുത്താലോ, ആ ഞായറാഴ്ച രാവിലെ 8 മണി വരെ കിടന്നുറങ്ങും, കാരണം ഞായറാഴ്ചയല്ലേ. പിന്നെ എന്ത് ചെയ്യും? ഓരോന്നോരും നോക്കും, നാമജപം അതിനകത്ത് വരുന്നില്ല, ക്ഷേത്ര ദർശനം വരുന്നില്ല, പിന്നെന്താ ആലോചിച്ച് നോക്കും. ഇനി കുട്ടികളുടെ കാര്യം നോക്കിയാൽ ഈ അമ്മ തന്നെ ലത തന്നെ പറയില്ല, എനിക്ക് 2 മക്കളാണെന്ന് വിചാരിച്ചു, നല്ല സങ്കല്പമാണ്. ഞായറാഴ്ച അവരുറങ്ങട്ടെ. ഭാരതത്തിൻ്റെ അവസ്ഥ എന്താ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിവുള്ള നാടാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതം എന്ന് പോലും പേര് വരാൻ കാരണം. ജ്ഞാനത്തിൻ്റെ നാടാണ്, അറിവിൻ്റെ നാടാണ്, വേദങ്ങളുടെ നാടാണ്, ഉപനിഷത്തിൻ്റെ നാടാണ്, തപസ്സുകളായ ഋഷിമാരുടെ നാടാണ്. അവരെത്ര മണിക്ക് എണീക്കുക? അവർ വെളുപ്പിനെണീക്കും, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നമ്പിമാരെന്നാണ് പറയുന്നത്, പൂജാരിമാർ. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ നടന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ അവർക്ക് വേണ്ടി മാത്രം, അമ്പലം മുതൽ അവർക്ക് വേണ്ടി മാത്രം കല്ലിങ്ങനെ വിരിച്ചിട്ടുണ്ട്. നമ്പിമാർ എത്തുന്ന സ്ഥലം അങ്ങനെ കല്ല് വിരിച്ചിട്ടുണ്ട്. അവിടെ 3:30 മണിക്ക് നിങ്ങൾക്ക് ലൈറ്റ് കാണാം. 3:30 മണിക്ക് അവർ എണീക്കും, കുളത്തിൽ കുളിക്കും. എന്നിട്ട് അവർ മുമ്പിലൊരു കോൽവിളക്ക് ഉണ്ടാവും, ഇവരൊരു ഓലക്കടയുണ്ട്, അതുകൊണ്ട് നേരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരും. 4:30 മണിക്ക് നട എല്ലാം തുറന്ന് കാര്യങ്ങളൊക്കെ നടക്കും. ഒരു വളരെ ചിട്ടയാണ്. ഇനി വയനാട്ടിലിപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഈ വനവാസി അവരൊന്ന് ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ പുതുപ്പള്ളിയിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. ആരെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് പറയാം. അവരുടെ അവസ്ഥ എന്താ? മണ്ഡലക്കാലം വന്നാൽ വനവാസി യുവാക്കന്മാരും വെളുപ്പിനെണീറ്റ് പോയി ഈ നല്ല തണുപ്പത്ത് പോയി മുങ്ങിക്കുളിക്കും. 41 ദിവസത്തെ വ്രതമനുഷ്ഠിക്കും വനവാസി സഹോദരന്മാർ. അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടുകളിലെ ഉറക്കം കൂടുതൽ അടുത്ത കാലത്താണ്. മറ്റങ്ങനെയല്ല, രാവിലെ അമ്മമാരുണ്ടെങ്കിൽ ഉണർത്തും, വിളിച്ചുണർത്തും, എഴുന്നേക്കാൻ പറഞ്ഞിട്ട് പ്രേരിപ്പിക്കും. കുറച്ചുകൂടെ കാരണന്മാരൊക്കെ ഉണ്ട്, മുഖത്ത് വെള്ളം തെളിക്കും. ഇപ്പം വെള്ളം തെളിച്ച സംഭവം അപ്പം തിരിച്ചറിയും എന്താ നടക്കാൻ പോകുന്നത്. യാതൊരു സംശയമില്ല, ഒരു പ്രാവശ്യം വെള്ളം തെളിക്കാൻ പറ്റും. മറ്റങ്ങനെയല്ല, അച്ഛൻ, അമ്മ, അമ്മാവൻ എല്ലാവരും അത്രയ്ക്ക് ബഹുമാനമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ നേരെ മറിച്ച്. ഇനി നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം ചെറുപ്പക്കാരനും ആൺകുട്ടികൾ പെൺകുട്ടി, നിങ്ങൾ വെറുതെ നിരീക്ഷിച്ച് നോക്കും. അവരങ്ങനെ വെളുപ്പിന് തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെ പോകുന്ന കാണാം. അങ്ങോട്ടാ മദ്രസയിലേക്ക്. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് അത് കൂടുതൽ വർണ്ണിക്കേണ്ട. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സാമ്പത്തികമായിട്ട് എങ്ങനെ? പ്ലസ് വിദ്യാഭ്യാസം, പ്ലസ് വ്യവസായം, പ്ലസ് ഭൂമി, പ്ലസ് അധികാരം, പ്ലസ്. മുസ്ലിം നോക്കാം. സാമ്പത്തികം പ്ലസ്, വിദ്യാഭ്യാസം പ്ലസ്, സ്വാധീനം പ്ലസ്, വ്യവസായം പ്ലസ്. ഇനി ഹിന്ദുവിനെ നോക്കാം. സാമ്പത്തികം മൈനസ്, വിദ്യാഭ്യാസം ഇപ്പോഴത്തെ കാര്യം മൈനസ്, വ്യവസായം ഇല്ല, അപൂർവം. ഇപ്പോൾ ഏറ്റവും ഹിന്ദുവിൻ്റെ വ്യവസായം എന്ന് വെച്ചാൽ ലോട്ടറി കച്ചവടമാണ്. എപ്പോഴും നഗരങ്ങളിൽ നിങ്ങൾ ലക്ഷ്മി ലോട്ടറി കച്ചവടം. അവരെല്ലാവർക്കും ലക്ഷങ്ങൾ, കോടികൾ കൊടുക്കുകയാണ്. ഇപ്പോഴും ദാനത്തിന് അവർ കർണനേക്കാരും മുമ്പിലാണ് നിൽക്കുന്നത്. ആ രീതിയിൽ നമുക്ക് വ്യവസായമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? കടം എങ്ങനെ? ലോൺ എങ്ങനെ? ലോണിൽ നമ്മളൊന്ന്, മക്കളുടെ പേര് പോലും ലോണാണ്. ചില ഒരു വന്നപ്പം ചില കുട്ടികളെ, യുവാക്കന്മാരെയൊക്കെ പരിചയപ്പെടേണ്ട ഒരു സന്ദർഭം വന്നപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവരോട് സംസാരിച്ച് പ്രയോഗിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രശ്നം ഇതാണ്, എൻ്റെ പേര് 20 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുക മക്കളുടെ പേരിൽ, പഠിക്കാനല്ല, വീട് വെക്കാൻ, അങ്ങനെ ഓരോന്നും. ഇപ്പോഴും അവർ കടക്കാരാണ് ഈ തരത്തിൽ. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം, ബാക്കി എല്ലാ കാര്യം എങ്ങനെ? ഓണം, നമ്മുടെ ഉറക്കം 1-ാം സ്ഥാനം. ഇനി ഭക്ഷണം എങ്ങനെ? ഭക്ഷണം നമ്മളെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു, കുഴിമന്തി കഴിച്ച് മരിച്ചു. ആരാ? ഒരു ഹിന്ദു പെൺകുട്ടിയാണ്.
വേറെ ദിവസം കണ്ടു കുഴിമന്തി, യമൻ മന്തി, ആ മന്തി, ഈ മന്തി. പണ്ട് നമുക്കൊരു മന്തിയെപ്പറ്റി അറിയാവുന്നുള്ളത് കരിങ്കുരങ്ങും പരിപാടിയായിരുന്നു. അതിപ്പോൾ ഇല്ല. അപ്പം ഇതെല്ലാമാണ്. നമുക്ക് ഹിന്ദു സമൂഹം എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആർത്തിയാണ് ഭക്ഷണത്തിൽ. ഇനി ക്രിസ്ത്യൻ സമൂഹം, ഈ തിരുവല്ലയിലും പുതുപ്പള്ളിയിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ വിവാഹങ്ങളെൻ്റെ അറിവ് സസ്യാഹാരമാണ്. തിരുവല്ലയിൽ എല്ലാ ക്രിസ്ത്യൻ വിവാഹത്തിലും സസ്യാഹാരമാണ്. അവിയലും സാമ്പാറും ഇങ്ങനെയുള്ളതൊക്കെയാണ്. മലബാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ചില കല്യാണത്തിന് അവർ രണ്ടും വെക്കും, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും. ഒരു മുസ്ലിം പ്രമാണി പറഞ്ഞതാണ്, കല്യാണം നിശ്ചയിച്ച് രണ്ട് സംവിധാനം ഉണ്ടാക്കി, പക്ഷേ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നിട്ട് ആ നോൺ വെജിറ്റേറിയൻ അതിലേക്ക് ഇടിച്ച് പിന്നെ അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകം രണ്ടാമത് ഓർഡർ ചെയ്യേണ്ടി വന്നു. ആലോചിച്ച് നോക്കും. ഭക്ഷണത്തിൻ്റെ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കി കാര്യം നമുക്ക് നോക്കാം. ബാക്കി എന്താ കാര്യം? അവർ മതപരമായ ചിട്ട ജീവിതം രണ്ട് കൂട്ടരും. നമുക്കതെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ കാര്യം ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ ദേവസ്വം മന്ത്രി തീരുമാനിക്കും. നമ്മൾ അമ്പലത്തിൽ പോകണോ വേണ്ടോ എന്നുള്ളത് മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കും. പ്രസിഡന്റ് അമ്പലത്തിൽ പോകാറുണ്ടോ? അത് വേറെ പ്രശ്നം. ഈ തരത്തിലെല്ലാം ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഹിന്ദുക്കൾക്ക് വളർച്ചയില്ല. ഇനി കുറേ പുറകോട്ട് പോയാലോ? ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഭൂമി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. നാളികേരം തേങ്ങ ഇടാനുണ്ടായിരുന്നു, കൃഷിസ്ഥലമുണ്ടായിരുന്നു. പിന്നെ എന്തു പറ്റി? നമുക്ക് കിട്ടിയത് പോലും നമ്മൾ വിറ്റു. നമ്മുടെ വിയർപ്പില്ലാതെ കിട്ടിയ അപ്പൂപ്പൻ അമ്മാവൻ അങ്ങനെ കിട്ടിയ ഭൂമിയെല്ലാം നമ്മൾ വിറ്റ് പോയി. മറ്റുള്ളവരെന്ത് ചെയ്തു? വാങ്ങി കൂട്ടി. ആ രീതിയിൽ ഓരോ പ്രദേശങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ? ഇനിയെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയണം. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എല്ലാ രംഗത്തും നമുക്ക് ഉയരണം, അറിവ് നേടണം, എല്ലാ തരത്തിലും ശക്തി സംഭരിക്കണം, ചൈതന്യം ഉണ്ടാവണം. ആ തരത്തിൽ ഓരോ വീടും ഐശ്വര്യമുള്ള വീടാകാൻ വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനയും തീർത്ഥാടനവും എല്ലാം. യജ്ഞം എന്തിനു വേണ്ടിയിട്ടാണ്? യജ്ഞത്തിൻ്റെ ഫലമായിട്ടും ആ രീതിയിലുള്ള ഐശ്വര്യമാണ് വരുന്നത്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒന്നും കിട്ടാതെ ആരെങ്കിലും യജ്ഞം നടത്തും? ഒന്ന് ആലോചിച്ച് നോക്കും. ഇല്ല. യജ്ഞത്തിൻ്റെ എല്ലാ ഉദ്ദേശമാണ്. പണ്ട് രാജാക്കന്മാർ അശ്വമേധയാഗം, ആ യാഗം പറയാറില്ല. എല്ലാം തൻ്റെ രാജ്യഭരണം ശക്തമാക്കാൻ, ബാക്കിയുള്ള എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ. അപ്പോൾ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ കൂട്ടായ്മയാണ്, ഒരാളല്ല, കൂട്ടായ്മയാണ്. എല്ലാത്തിനും ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്, ഒന്നിച്ചു വരലാണ്. നമ്മളെ സംബന്ധിക്കുന്ന എന്താ ആവശ്യം? സമാജം ഒന്നിച്ചു വരണം, സമൂഹം ഒന്നിച്ചു വരണം. ഒന്നിച്ചു വന്ന് നമുക്ക് എല്ലാ രംഗത്തും മുന്നേറണം. നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം, അതിനുള്ള പ്രേരണ കൊടുക്കണം. വീടിന് അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ തന്നെ പെരുമാറ്റത്തിൽ മാറ്റം വരണം. ഇന്ന് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ തള്ളിപ്പറയും, കുറ്റപ്പെടുത്തും. ഞാനൊരു വീട്ടിൽ പോയി, ഈ യാത്രയുടെ ഇടയിൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ അമ്മ പറയുകയാണ്, +2 പഠിക്കുന്ന മകൻ, ഇവന് ഭ്രാന്താണ്, പന്ത് കളി ഭ്രാന്താണ്. അപ്പോൾ അവിടെ ഖത്തറിൽ മത്സരം നടക്കുകയാണ്. ഇവന് ഭ്രാന്താണ്. അവൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ കാലിൻ്റെ അടി ഫുട്ബോൾ വെച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് പറയാം. ഞാൻ ഇയാളുടെ മുഖത്തൊങ്ങനെ നോക്കുന്നുണ്ട്. ഇയാളങ്ങനെ വിഷമമുണ്ട്. ഒരു 5-6 പേരുണ്ട് നമ്മളിങ്ങനെ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ഈ അമ്മ ഇത് പറയുന്നത്. ഭക്ഷണം കഴിക്കായിരുന്നു, ഇയാൾക്ക് അമ്മ കൊടുത്തില്ല. അപ്പോൾ നമ്മൾ അയാളെ വിളിക്കും, വരട്ടെ, പിന്നെ മതി. നമ്മുടെ നിർബന്ധം കൊണ്ട് അയാളെ ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, പന്ത് കളിക്കട്ടെ, അതിനെന്താ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോൾ കളിക്കുന്നവനെ ഭഗവത്ഗീത മനസ്സിലാവൂ എന്ന്. ഫുട്ബോൾ കളിക്കുന്ന ആളിനെ ഭഗവത്ഗീത മനസ്സിലാവൂ എന്ന് ഇതിൻ്റെ അർത്ഥം എന്താ? അവൻ സക്രിയനാണ്, കർമ്മം ചെയ്യുന്നവനെ ഇതൊക്കെ മനസ്സിലാവൂ. ചുമ്മാ തൂങ്ങിയിരിക്കുന്ന ഒരാൾ ഭഗവത്ഗീത ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ അമ്മയുടെ മുഖത്തൊരു മാറ്റം വന്നു. ആ +2കാരൻ്റെ മുഖത്ത് ഒരു സന്തോഷം വന്നു. ഞാൻ പറയാൻ കാരണം, ആക്ഷേപിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കണം. സാരമില്ല, നമുക്കിനിയും പഠിക്കാം, മാർക്ക് നേടാം, ആരോഗ്യം സമ്പാദിക്കാം. ഈ തരത്തിലെല്ലാം പ്രേരണ നൽകി നമ്മുടെ കുട്ടികളെ വളർത്തണം. ശാസന, ആവശ്യമില്ലാത്ത ശാസിക്കൽ, കുറ്റപ്പെടുത്തൽ നിർത്തുക. നമുക്കെല്ലാം ഒന്നിച്ചൊരു വലിയ പരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കാം. ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം. ആ മുന്നേറ്റത്തിനെല്ലാം പ്രേരണ നൽകുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനം.
നമ്മുടെ ആചാര്യന്മാർ പണ്ടേ പറഞ്ഞു, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 25 കൊല്ലം ബ്രഹ്മചര്യം, പഠനം പഠനം പഠനം, അറിവ് നേടുക. പിന്നെ ആ അറിവൊക്കെ നേടി കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കരുത്ത് ആർജിച്ച് കഴിയുമ്പോഴാണ് ഗാർഹസ്ഥ്യം. അല്ലാതെ ഒന്നിനും കൊണ്ടുവരാത്തവരത്തിന് ഒരു പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കും. എന്താ വരാൻ പോകുന്നത്? നമ്മൾ കാണും, അവളൊന്നും ഒരു ജ്യൂസ് കൊടുത്തിട്ട് ഇവനെ ഇല്ലാതാക്കും. അത് ഇപ്പോഴത്തെ പ്രയോഗം അതാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യും. അതേസമയം ആ തരത്തിൽ കുടുംബം നോക്കാൻ പറ്റുന്ന ഒരാളാവുമ്പോൾ വിവാഹം കഴിച്ചു കൊടുത്തു, ഗൃഹസ്ഥനായിട്ട് മാറുക. ഏറ്റവും ശ്രേഷ്ഠം ഗൃഹസ്ഥാശ്രമമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ പിന്നീട് കുട്ടികൾ കുടുംബകാര്യം നോക്കുന്നു, സമൂഹത്തിൻ്റെ കാര്യം നോക്കുന്നു, അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇതെല്ലാം കണ്ട് മക്കളും വളരുന്നു. അങ്ങനെ സന്തുഷ്ടമായ കുടുംബം പരിശ്രമഫലമായി അയാൾ സ്വത്ത് സമ്പാദിക്കുന്നു. നമുക്ക് സ്വത്ത് സമ്പാദിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടില്ല. ഭക്തി എന്ന് മാത്രമല്ല, ഭക്തിയും വേണം, സമ്പത്തും വേണം. അതുകൊണ്ട് രണ്ടാമത്തേത് പറയുന്ന ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. അർത്ഥം സമ്പാദിക്കണം, സ്വത്ത് സമ്പാദിക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ അർത്ഥം ഇന്ന് ലോകത്ത് നടക്കുന്ന മുഴുവൻ അർത്ഥം ആ രീതിയിൽ സംഘടിപ്പിക്കുന്നതെല്ലാം എന്തിൻ്റെ ദൃഷ്ടിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? കള്ളക്കടത്ത്, സ്വർണം എവിടെയൊക്കെയാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്? കേട്ടാൽ നമുക്ക് തന്നെ നാണം തോന്നും. അതേപോലെ എന്തും ചെയ്യാവുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെല്ലാം പാട്ടാണ് ആ രീതിയിൽ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള അർത്ഥമല്ല, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ബാക്കി നമ്മുടെ ലൗകികമായ ജീവിതം അതും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എൻ്റെ പരമ്പര നിലനിൽക്കണം, എൻ്റെ കുടുംബം, പാരമ്പര്യം, രാഷ്ട്രം, സമാജം ഇതൊക്കെ വേണം. ആ രീതിയിൽ എല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്താ? ഭാരതം ധർമ്മരാജ്യമാണ്. ധർമ്മത്തിൻ്റെ ദൃഷ്ടിയാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് ആ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ധർമ്മമനുസരിച്ചുള്ള ജീവിതം അത് നമുക്ക് ആവശ്യം. നമ്മൾ അയ്യപ്പ ധർമ്മം, എല്ലാം അയ്യപ്പൻ. ഈശാവാസ്യമിതം സർവം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉപനിഷ സന്ദേശം എല്ലാത്തിനും ഈശ്വരനുണ്ട്. അയ്യപ്പനെ പോകുമ്പോഴോ എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ. അതുകൊണ്ട് അവിടെ പോകുന്ന മുഴുവൻ വൃക്ഷലതാദികളെല്ലാം അയ്യപ്പനാണ്. നമ്മുടെ മുമ്പിൽ ചാടി വരുന്ന അണ്ടാം കുഞ്ഞ് അയ്യപ്പനാണ്. നമ്മളാരും ഉപദ്രവിക്കില്ല. ഇനി പാമ്പിനെ കണ്ടാൽ പോലും അവിടെ തല്ലിക്കൊള്ളില്ല, എല്ലാവർക്കും അറിയാം. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും. ആ രീതി ചിന്തിക്കുന്ന ശ്രേഷ്ഠമായൊരു ജീവിത ശൈലിയുടെ ഉടമകളാണ് നമ്മൾ ആചരിച്ച ഈ സനാതന ധർമ്മമാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ, മതം എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് വന്ന പേരാണ്. പക്ഷെ എന്താണ് ഈ ഹിന്ദു ധർമ്മം? ജീവിതം. അത് നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ധർമ്മം. ആ ധർമ്മശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുമ്പോഴോ അച്ഛനെ ബഹുമാനിച്ച്, അമ്മയെ ബഹുമാനിച്ച്, നാടിനെ ബഹുമാനിച്ച്, നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ധർമ്മജീവിതം. എല്ലാത്തിനും വെല്ലുവിളിക്കുന്ന അധർമ്മമാണ്, ഭിന്നിപ്പിക്കുന്ന അധർമ്മമാണ്, ഒന്നിച്ച് വരുന്നത് ധർമ്മമാണ്, വീട്ടിൽ കലഹമുണ്ടാക്കുന്ന അധർമ്മമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുമ, ഏകത, ഇതെല്ലാം ധർമ്മമാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നൊരു സമാജമാണ് നമ്മുടെ ഹിന്ദു സമാജം. ഈ പത്രങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം, എന്ത് ഹിന്ദുവിനെ എപ്പോഴും ആക്ഷേപിക്കും. ഈ എല്ലാം അതിന് എത്രയോ വർഷം മുമ്പ് സത്യം വദ ധർമ്മം ചര, സത്യം പറയൂ, ധർമ്മമനുസരിച്ച് ജീവിക്കൂ, സത്യമേവ ജയതേ, സത്യമുള്ളിടത്തേ വിജയമുണ്ടാവൂ, സത്യമുള്ളിടത്ത് ഈശ്വരനുണ്ടാവൂ. അങ്ങനെ മുഴുവൻ സമൂഹത്തിനും സമാജത്തിനും എല്ലാ പക്ഷിമൃഗാദികളിലും സസ്യജാലങ്ങളിലും ഈശ്വരനെ കണ്ടെത്തി ആ രീതി ജീവിച്ചൊരു ഋഷി പരമ്പരയുടെ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് നമ്മുടെ ആചാര്യൻ പറഞ്ഞു, ഈ ഭൂമി അമ്മയാണ്, മാതൃഭൂമിയാണ്. അതുകൊണ്ട് ഈ മാതൃഭൂമി എന്നൊരു സങ്കല്പം വന്നു. വടക്കമ്പാട്ട് നമ്മൾ കേട്ടില്ലേ, ഉണർന്നു വന്ന പുണ്യാർച്ച, ഭൂമിയും തൊട്ടു നെറുകിൽ വെച്ചു സൂര്യഭഗവാനെ കൈവണങ്ങി. ഭൂമിയെ തൊട്ട് നമസ്കരിക്കും. കളരി പോകുമ്പോൾ നമുക്കറിയാം, കളരി ഭൂമി വന്ദനമുണ്ട്. ഇങ്ങനെയെല്ലാം. പിന്നെ ഒഴുകുന്ന നദികളെ നമ്മളെന്താ, പമ്പ പുണ്യനദിയാണ്. ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും ഗുരു. ഇവിടുത്തെ പൂജാരി തീർത്ഥം ഉണ്ടാക്കുമ്പോൾ ജപിക്കുന്ന ശ്ലോകമാണിത്. ഒരു പ്രത്യേക കിണ്ടിയിൽ നമുക്കറിയാം, അവിടെ ഗർഭപുല്ലൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു വിരല
ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജപിക്കും. ഗംഗ ജമുന ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മി സന്നിധ്യം കുരും. അത് തീർത്ഥമായിട്ട് മാറും. അതിൻ്റെ സങ്കല്പം എന്താ? ഈ പുണ്യ നദികൾ എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഗംഗാമാതാവ് അങ്ങനെ എല്ലാ ഭൂമി അമ്മയായിട്ട് കാണും. ഗോമാതാവ്, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അമ്മ നമ്മുടെ നേരിട്ടുള്ള ഈശ്വരൻ ഏതാണ്? നമ്മൾ ആദ്യം കാണുന്ന ഈശ്വരൻ ഏതാണ്? അത് അമ്മയാണ്, അച്ഛനാണ്. നമ്മളെപ്പറ്റി പഠിപ്പിക്കുന്നത് ആരാ? ആചാര്യനാണ്. ആചാര്യൻ പറയും മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. അച്ഛനെ അമ്മയെ, ഈ അച്ഛനെ അമ്മയെ നോക്കാതെ ഓൾഡ് ഏജ് ഹോമിലാക്കിയിട്ട് ഗുരുവായൂർ പോയി പൽപ്പായുസ വഴിപാടും കഴിച്ച് ശയനപ്രദക്ഷിണം നടത്തി ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചു. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് അങ്ങനെ തോന്നലുണ്ടോ? ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കില്ല. പക്ഷേ ഇതൊന്നും അവിടെ ഗുരുവായൂർ പോകാതെ തന്നെ എൻ്റെ അച്ഛനെ അമ്മയെ ശുശ്രൂഷിച്ച് വേണ്ട സമയത്ത് ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് അവരെങ്ങനെ കിടത്തി ഉറക്കി അങ്ങനെ ശുശ്രൂഷിക്കുന്ന ഒരു മകനോ മകളോ വീട്ടിൽ നിന്ന് വിളിച്ചാൽ മതി, ഗുരുവായൂരപ്പാ, അനുഗ്രഹം ഉണ്ടാവും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിയാണോ? ശബരിമല അതിന് അയ്യപ്പനും അങ്ങനെ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്താ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. നല്ല കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും. നേരെ മറിച്ചാലും അതുപോലെ തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. നമ്മൾ വെറുതെ പറയാറില്ല അങ്ങോട്ട് വിശ്വസിച്ചോ 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 എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും വലിയ ആചാര്യനായ രാമകൃഷ്ണ പരമഹംസർ, ആ രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ വിവേകാനന്ദൻ, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന വിവേകാനന്ദൻ. ആ വിവേകാനന്ദൻ രാമകൃഷ്ണദേവൻ്റെ അടുക്കലെത്തി. എന്തേ കാരണം എത്താൻ? കോളേജ് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ സംസ്കാരമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ വിവേകാനന്ദൻ തോന്നി ഈശ്വരനുണ്ടോ? നമ്മുടെ പഴയ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരൊക്കെ സംശയമുണ്ട്. അവരുടെ കുറ്റമല്ല, അവർ വന്ന വഴിയുടെ തകരാറാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈശ്വരനുണ്ടോ? ഓരോരുത്തരോടും ചോദിക്കും. അവർ പറഞ്ഞു ഈശ്വരനുണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടോ? അപ്പം തന്നെ പറയും എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവഞ്ചൂർ വരെ പോകണം, പിന്നെ കാണാം, ഒറ്റ പിടിയിലൊന്നും. അങ്ങനെയല്ലേ? ഇത് കുറേ ചോദിച്ച് ഒരു മറുപടി കിട്ടിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, നരേന്ദ്ര, നിൻ്റെ ഈ സംശയമെല്ലാം തീർക്കാൻ ഒരാളുണ്ട്, അത് രാമകൃഷ്ണ പരമഹംസരാണ്. വിവേകാനന്ദൻ അങ്ങോട്ട് പോയി. ആരാണ് ഈ രാമകൃഷ്ണ പരമഹംസർ? നമ്മൾ പടയെങ്കിലും കണ്ടിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് എപ്പോഴും അമ്മ അമ്മ അമ്മ. കൽക്കട്ട കാളി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. എപ്പോഴും അമ്മേ 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 മഹാമായേ എന്ന് ചിന്തിച്ച് നാമം ജീവിക്കുന്ന ആളാണ്. വിവേകാനന്ദൻ അടുത്തെത്തി തൊഴുതു. രാമകൃഷ്ണദേവൻ്റെ മുഖം തന്നെ എപ്പോഴും പ്രസന്ന മുഖമാണ്. സന്തോഷമായി, കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പം തന്നെ വിവേകാനന്ദൻ നരേന്ദ്രൻ ചോദിച്ചു, ഈശ്വരനുണ്ടോ? പുഞ്ചിരിയോട് പറഞ്ഞുണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ നിന്നെ കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട്, എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. പിന്നെ പറയുന്നത്, കുറച്ച് കഴിഞ്ഞ് രാമകൃഷ്ണദേവൻ വിവേകാനന്ദൻ്റെ ശിരസിലൊന്ന് തൊട്ടു. അപ്പോൾ വിവേകാനന്ദന് തോന്നുന്ന, നരേന്ദ്രന് തോന്നുന്ന വിചാരവികാരങ്ങളാണ്. ഭൂമിയും രാമകൃഷ്ണദേവനും നരേന്ദ്രന് കറങ്ങുന്നതായിട്ട് തോന്നുക. നരേന്ദ്രൻ പറയാം, എനിക്ക് അമ്മയുണ്ട്, എന്നെ ഉപദ്രവിക്കരുത്, വിടൂ വിടൂ. ആകെപ്പാടെ ഒരു ബഹളം. കുറെ കഴിഞ്ഞ് കൈയെടുത്തു. വിവേകാനന്ദൻ നരേന്ദ്ര ശാന്തനായി. അന്ന് തുടങ്ങിയ ബന്ധം അങ്ങനെ വളർന്നു വന്നു. അങ്ങനെ നരേന്ദ്രൻ രാമകൃഷ്ണദേവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ട് മാറി. അതാണ് സ്വാമി വിവേകാനന്ദൻ. എല്ലാം മറന്നു. ഇതൊക്കെ പറയുമ്പോൾ വിവേകാനന്ദൻ്റെ വീട്, അച്ഛൻ വിശ്വനാഥ ദത്ത്, പ്രഗത്ഭനായ കൽക്കട്ട ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്. അച്ഛൻ പെട്ടെന്ന് മരിച്ചു. മക്കൾ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്ന നരേന്ദ്രൻ. അച്ഛൻ മരിച്ചതോടുകൂടി എല്ലാം വരവും നിന്നും കഷ്ടമായി, ബുദ്ധിമുട്ടായി, പട്ടിണിയായി. നരേന്ദ്രൻ ഒരു ദിവസം രാമകൃഷ്ണദേവനോട് പറഞ്ഞു, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല ആചാര്യൻ. അപ്പോൾ രാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നരേന്ദ്ര, നീ അമ്മയോട് പറയൂ. ആരാ അമ്മ? കൽക്കട്ട ദേവി. അമ്മയോട് പറയൂ,
നരേന്ദ്രൻ പോയി. അമ്മയുടെ മുമ്പിൽ കൈ തൊഴുതുകൊണ്ട് നിന്നു. പറയേണ്ട സമയത്ത് നരേന്ദ്രൻ എന്താ പറഞ്ഞത്? അതെല്ലാം മറന്നു. അമ്മേ മഹാമായേ എന്നെല്ലാം പറഞ്ഞൊരു പ്രാർത്ഥന പോന്നു. രാമകൃഷ്ണദേവൻ ചോദിച്ചു, അമ്മയോട് പറഞ്ഞോ? പറയാൻ പറ്റിയില്ല. വീണ്ടും പോയി. 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം പോയപ്പോഴും നരേന്ദ്രന് ദാരിദ്ര്യത്തെപ്പറ്റിയോ കഷ്ടപ്പാടിനെ പറ്റിയോ അതിൽ നിന്ന് മോചനം തരുന്നതിനെ പറ്റി പറഞ്ഞില്ല. അവസാനം രാമകൃഷ്ണദേവൻ പറഞ്ഞു, നരേന്ദ്ര, നിനക്കതൊരിക്കലും സാധ്യമല്ല, നിനക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ നിനക്കൊരു വാക്ക് തരാം, നിൻ്റെ വീട് ഇനി കഷ്ടപ്പാടും പട്ടിണിയും അത് വരാതെ നോക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സവിശേഷതയാണ് ഇത് മുഴുവൻ. അല്ല നമ്മൾ പോയിട്ട് അയ്യോ അമ്മേ അത് ചെയ്യണേ ഇത് ചെയ്യണേ ലോട്ടറി അടിക്കണേ അങ്ങനെ ചെയ്യണേ എങ്ങനെയെന്ന്. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഹിന്ദു സമാജം ആരോടും വിരോധമില്ല, ആർക്കും എതിരെ പറയാറില്ല. നിങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങൾ മാത്രം ശരി പറയാറില്ല. അങ്ങനെ ജീവിക്കുന്ന ഹിന്ദു സമാജത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. വളരണമെന്ന് ആഗ്രഹമില്ല, മക്കളെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമില്ല, എല്ലാ നിലയിലും ഉയരണമെന്ന് ആഗ്രഹമില്ല. ഈ തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു മാറ്റം വരണ്ടേ? ആ മാറ്റം നമുക്കുള്ള സൂചനയാണോ? അല്ല. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ മനസ്സിന് മാറ്റം വരണം. നമുക്ക് അയ്യപ്പനോട് പ്രാർത്ഥിക്കാനുള്ളത് എന്താ? ഐശ്വര്യം തരണം, സമാജം ശക്തമാകണം. നമുക്ക് വേണ്ടി വാദിക്കാൻ ആരാ ഉള്ളത്? ഇവിടുത്തെ ഹിന്ദു സമാജത്തിന് വേണ്ടി ആരാണ് വാദിക്കാനുള്ളത്? അവസരം കിട്ടുമ്പോൾ പറയും നിങ്ങളുടെ അയ്യപ്പൻ വ്രതം ആക്ഷേപിക്കും. അനുഭവിച്ചില്ലേ ശബരിമലയിൽ 2018 ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ആരാ തീരുമാനിക്കുന്നത്? ക്ഷേത്രഭൂമി, ക്ഷേത്രഭരണം, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കും. ഇന്നെല്ലാം സംഘടിതമായ ശക്തി, പച്ചയായിട്ട് പറഞ്ഞാൽ വോട്ട് ബാങ്ക്, അതാ തീരുമാനിക്കുന്നത് എല്ലാ കാര്യവും. ഇനി ഹിന്ദുവിൻ്റെ ചരിത്രം പുറകോട്ട് നോക്കിയാലോ? ഞാൻ പാലാ രൂപതയുടെ ചരിത്രം വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. ഇന്ന് അവിടെയുള്ള പള്ളിക്കൂടങ്ങളെല്ലാം സൗജന്യമായി അവിടെ ഉണ്ടായിരുന്ന പൂരണി കർത്താക്കന്മാർ അങ്ങനെയുള്ള പഴയ ആൾക്കാർ സൗജന്യമായി കൊടുത്ത ഭൂമിയാണ്. ഈ കോട്ടയം ജില്ലയിൽ നമ്മളെല്ലാ പ്രദേശങ്ങളും നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കും, ധാരാളം സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ കേരളത്തിൽ നമ്മൾ നോക്കും, തിരുവനന്തപുരത്ത് നമ്മൾ നോക്കും, കണ്ണായ സ്ഥലങ്ങളിലെല്ലാം ധാരാളം പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ആര് കൊടുത്തതാണ്? രാജകുടുംബം കൊടുത്തതാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കും, കൊടുത്ത് ശീലം മാത്രമേ ഉള്ളൂ. അവസാനം ഇപ്പം നമ്മൾ നോക്കുമ്പോഴോ നമ്മുടെ അമ്പലത്തിന് എത്ര സ്ഥലമുണ്ട്? കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടോ? പിന്നെ വീടില്ലാത്ത ഹിന്ദുക്കളുണ്ട് ഇന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പം ഈ വീടില്ലാത്ത ഹിന്ദുവിന് വീട് വേണം, ഹിന്ദു സമാജം ഒന്നിച്ചു വരണം. അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം അയ്യപ്പൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഭേദവ്യത്യാസമില്ലാത്ത ചിന്തയാണ്, സമരസതയാണ്, ഒരു ഭേദവ്യത്യാസമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ? അവസാനം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ജാതി. അതുകൊണ്ടാണ് പഴയടം മോഹനൻ നമ്പൂരി കരഞ്ഞോണ്ട് ഭക്ഷ്യ വീട്ടുവരെ ഇറങ്ങി വന്നു. എന്തേ കാരണം? അവിടെ ഒരു ബ്രാഹ്മണ്യ മേധാവിത്വം അടിച്ചേൽപ്പിച്ചു. അദ്ദേഹം പറയുകയാണ്, ഇത്രയും വർഷമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇത്രയും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അവസാനം എന്തായി? ചാനലൊക്കെ നിങ്ങൾ കാണാറില്ലേ, കേൾക്കാറില്ലേ? ആലോചിച്ച് നോക്കൂ. ഈ നാട്ടിൽ ജാതി ഉണ്ടായിരുന്നു, ജാതി സ്പർദ്ധ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഇല്ലാതായി? ചട്ടമ്പിസ്വാമി തിരുവടികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ശുഭാനന്ദ ഗുരുദേവൻ, കേളപ്പജി, ധാരാളം ആചാര്യന്മാർ, സന്യാസിമാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരെല്ലാം രംഗത്ത് വന്നു. അവർ പറഞ്ഞു അങ്ങനെ ചിന്ത പാടില്ല, നമ്മളെല്ലാം ഒരേ സമാജമാണ്, ഒരേ സമൂഹമാണ്. അത് തന്നെയല്ലേ അയ്യപ്പൻ പറഞ്ഞത്. അയ്യപ്പൻ്റെ മുമ്പിൽ നോക്കൂ, ഒരു ഭേദവ്യത്യാസമില്ല, എല്ലാം ഒരു സ്വാമി, ശിഷ്യന്മാരെല്ലാം സ്വാമിമാർ. ആ ഒരു ചിന്ത നമുക്ക് വേണം. എന്നിട്ടിപ്പോൾ എന്താ വന്നിരിക്കുന്നത്? അവരുടെയൊക്കെ പരിശ്രമപരമായി ഭ്രാന്താലയം, വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയം തീർത്ഥാലയമായി മാറി. എല്ലാ വ്യത്യാസം പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു വരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? കുത്തി ഇളക്കുകയാണ്.
അവൻ നായർ, ഈഴവൻ, വിശ്വകർമ്മ, അത് ഇത് എല്ലാം പറഞ്ഞ് ആൾക്കാരെ അകറ്റുകയാണ്. മതപരമായ വിവേചനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സത്രശാലയിൽ നിന്ന് പറയുന്നു, നമ്മൾ സ്വീകരിച്ചിരുന്നത് ധർമ്മം, അയ്യപ്പ ധർമ്മം, അത് സനാതന ധർമ്മമാണ്. വേദകാലഘട്ടങ്ങളിൽ ജാതി ഉണ്ടായിരുന്നില്ല, ഇടക്കാലത്ത് വന്നതാണ്. അത് തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞു, അംഗീകരിച്ചു. അതിനുശേഷം വീണ്ടും എന്തിന് കുത്തിയിളക്കണം? ആവശ്യമില്ല. നമുക്കെല്ലാം ഒരമ്മയുടെ മക്കളെ പോലെ നമുക്ക് ജീവിക്കണം. ഇവിടെ നിറം നോക്കിയിട്ടല്ല, ജീവിത ശൈലി നോക്കിയിട്ടല്ല, നമ്മളെല്ലാം ഒന്നാണ്, ഒരേ നാടിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. നമ്മൾ ഓരോന്നോരോ നോക്കി വെച്ചു. ഭഗവാൻ വേദവ്യാസൻ ആരാ? വാൽമീകി ആരാ? എത്ര ഋഷിമാരുണ്ട്, ഓരോ പ്രത്യേക സമുദായങ്ങളിൽ ജനിച്ചവരാണ്. പക്ഷെ നമ്മൾ എന്തിനാണ് ബഹുമാനിക്കുന്നത്? അറിവ്, ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ സ്ഥാനത്താണ്, അറിവിൻ്റെ സ്ഥാനത്താണ് നമ്മൾ ബഹുമാനം കൊടുക്കുന്നത്, എവിടെ ജനിച്ചു എന്നുള്ളതല്ല. ആ നിലയിലെല്ലാം നോക്കുമ്പോഴും ഇപ്പോൾ നോക്കണേ, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന മാതാ അമൃതാനന്ദമയി അമ്മ, 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ള അമ്മ എവിടെയാണ് ജനിച്ചത്? അമ്മയുടെ കുലമേതാ? ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? അമ്മ മാതാ അമൃതാനന്ദമയി അമ്മയാണ് എല്ലാവർക്കും. അമ്മ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ മനസ്സിൽ സത്രം നടത്തുമ്പോഴും ഇതിൻ്റെ എല്ലാ ഉദ്ദേശം സമാജത്തെ ഒന്നിച്ചു വരണം, ഐശ്വര്യം നേടണം, വീട് ഐശ്വര്യമുള്ളതായിട്ട് മാറണം, ഭേദവ്യത്യാസങ്ങൾ ഇല്ലാതാവണം. നമ്മുടെ തലമുറ, കുട്ടികൾ മയക്കുമരുന്ന്, ആ തരത്തിലുള്ള വാസനകളിൽ നിന്ന് രക്ഷപ്പെടണം. അവർക്ക് വേണ്ട രീതിയിൽ മാർഗനിർദ്ദേശം കൊടുക്കണം. ഇന്നതെല്ലാം ഈ നാട് നശിപ്പിക്കുന്നതാരാ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെങ്ങനെ, അധ്യാപികമാരെങ്ങനെ, എല്ലാം നമുക്കറിയാം. ഒരു 50 കൊല്ലത്തെ അവസ്ഥയല്ല ഇന്ന്. 50 കൊല്ലം മുമ്പ് ഏത് അധ്യാപകരായാലും ശരി നല്ല ഗുരുവായിരുന്നു. അധ്യാപകനെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം കൂടുമായിരുന്നു. ഇന്നോ എല്ലാം കാപട്യം, കള്ളത്തരം, കക്ഷിരാഷ്ട്രീയം. കുട്ടികൾ നന്നാവണമെന്നില്ല. അവർക്ക് എത്ര വേദനയുണ്ട്, എത്ര കുഞ്ഞുങ്ങളാണ് ഇവിടെ അപകട മരണത്തിൽ മരിക്കുന്നത്, എത്ര കുട്ടികളാണ് മയക്കുമരുന്നിൽ മരിച്ചു വീഴുന്നത്, എത്ര സഹോദരിമാരാണ് അപമാനിക്കപ്പെടുന്നത്. എങ്ങനെയുള്ള നാട്ടിൽ ഈ ഭാരതത്തിന്? സ്ത്രീയെ ബഹുമാനിക്കുന്ന നാട്. എത്ര പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണ് സ്ത്രീകളെ പൂജിക്കുന്നത്? നമ്മുടെ ദേവത കളിയാടുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നവരാണ്. അന്യൻ്റെ ഭാര്യയെ കണ്ടാൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? മാതൃവത് പരതാരേഷു. അന്യൻ്റെ ഭാര്യ അമ്മയെന്നാണ് നമ്മൾ കാണുന്നത്. എന്താ അമ്മ പറയാൻ കാരണം? അമ്മ പറഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മുടെ മനസ്സ് ശുദ്ധമായി. അമ്മ ശുദ്ധമായി നമ്മുടെ മനസ്സ്. ഇന്ന് ജീവിതം മുഴുവൻ നമ്മൾ നോക്കും, സിനിമയിലൂടെ, കാർട്ടൂണിലൂടെ, ഈ മിമിക്സ് പരേഡിലൂടെ എല്ലാം ഇന്നത്തെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന വികാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാമം. മനുഷ്യ സൃഷ്ടിക്കെല്ലാം ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അത് നമ്മുടെ ആചാര്യന്മാർ എങ്ങനെയാണതൊക്കെ അടക്കി ഒതുക്കി, എനിക്കെൻ്റെ വിദ്യ കൊണ്ട് മുന്നേറണം, അമ്മയെ സഹോദരിയെ തിരിച്ചറിയണം, സമാജത്തെ ബഹുമാനിക്കണം, നാടിനു വേണ്ടി പ്രവർത്തിക്കണം, ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത് ഈ ആചാര്യന്മാർ പറഞ്ഞിട്ടാണ്. ഇന്നോ ഒന്ന് ആലോചിച്ച് നോക്കും. വലിയ തരത്തിൽ നോക്കാം, ഏത് പരിപാടിയും വലിയ മെഗാ ഷോയിലെ ഏറ്റവും പ്രമാണമായ ഷോ എന്താ? ഞാൻ പറയണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം ചെയ്തവരാ നമ്മൾ. കേരളത്തിൻ്റെ ചരിത്രം, തിരുവിതാംകൂറിൻ്റെ ചരിത്രം അങ്ങനെ വസ്ത്രം ധരിക്കാൻ വേണ്ടി സമരം ചെയ്തവരാണ്. ഇന്നോ ഒന്നാന്തരം ഡ്രസ്സൊക്കെ മേടിച്ച് ഇവിടെ ഒരു വട്ടം, പുറത്തൊരു വട്ടം, പിന്നെ നല്ല ഈ ഒരുമാതിരി ഇതൊക്കെ ഇട്ട് അതിൻ്റെ മുട്ട് മുഴുവൻ എന്താ പറയുക, പട്ടി കടിച്ചത് പോലും ഇങ്ങനെ ആക്കി. ഇത് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇതാണോ നമ്മുടെ പാരമ്പര്യം? എവിടെ നോക്കിയിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്? പാശ്ചാത്യ രാജ്യത്തിലെ പാരമ്പര്യം. അവിടുത്തെ യുവാക്കന്മാർ ഒരു കാതിൽ കടുക്കനിട്ടാൽ ഇവിടുത്തെ യുവാക്കന്മാർ ഒരു കാതിൽ കടുക്കനിടും. ഞാനും കടുക്കനിട്ടുള്ള ആളാണ്. 7ാം ക്ലാസ് വരെ എൻ്റെ 2 കാതിലും കടുക്കനുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഹോൾ അടഞ്ഞിട്ടൊന്നുമില്ല, 2 കാതിലും നമ്മളിടും. അപ്പോൾ ഇതൊക്കെ നോക്കി അങ്ങോട്ട് നോക്കുകയാണ്. ഇവിടെ എന്താ ഇവിടുത്തെ പാരമ്പര്യങ്ങൾ നോക്കൂ. എത്ര വീരന്മാരായ ആൾക്കാർ, ശാരീരിക സൗന്ദര്യമുള്ള ആൾക്കാർ. 64 കലകൾ, സൗന്ദര്യ കലകളെപ്പറ്റി പറഞ്ഞ ആചാര്യന്മാരെ നമുക്കുള്ള 64 കലകൾ. എങ്ങനെ കണ്ണെഴുതണം, എങ്ങനെ കൺമഷി ഉണ്ടാക്കണം, പൊട്ടുകുത്തണം, മുടി ചെയ്യണം, ഓരോ കാര്യങ്ങളെപ്പറ്റി. ഇന്ന് മുഹൂർത്തത്തിന് 5 മിനിറ്റ് മുമ്പ് വരെ നമ്മുടെ പുതുമണവാട്ടി അവിടെ പോയി ഇരിക്കുക. എവിടെയാ ബ്യൂട്ടീഷ്യൻ കേന്ദ്രത്തിൽ
5 മിനിറ്റ് മുമ്പ് ഓടി വരും. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണിത്. ഇതിനെ ദീർഘിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അനുകരിച്ച് ഭക്ഷണം അനുകരിക്കും, ഡ്രസ്സ് അനുകരിക്കും, ഭാഷ അനുകരിക്കും. എല്ലാവരും ഇപ്പം എന്താ പറയുന്നത്, അമ്മേ രാവിലത്തെ ഫുഡ് അല്ല സത്രത്തിലെ ഫുഡ് കഴിച്ചുവോ? അങ്ങനെ ചോദിക്കുന്നത്. സത്രത്തിലെ ഫുഡ് കഴിച്ചുവെന്ന്. ഫുഡേ രാവിലത്തെ ഭക്ഷണം മറന്നു, പ്രാതല് മറന്നു, ഉച്ചഭക്ഷണം മറന്നു, എല്ലാം. ഒരു കാര്യം മാത്രം നമ്മൾ അനുകരിക്കുന്നില്ല. അതെന്താ? അവരുടെ ആചാരം, അനുഷ്ഠാനം, മതത്തിലുള്ള നിഷ്ഠ അത് നമുക്ക് വേണ്ട. ബാക്കിയെല്ലാം നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അമ്മമാരെ, സഹോദരിമാരെ, ഈ പറഞ്ഞതാരെ ആശ്രയിക്കാൻ വേണ്ടിയല്ല. സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക. സ്വയം കടമനിട്ട് പറഞ്ഞതുപോലെ നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളെങ്ങനെയായി ഇങ്ങനെ എന്നൊന്ന് സ്വയം ചിന്തിക്കൂ. കടമനിട്ടയുടെ കവിതയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വയം നോക്കും. നമുക്ക് ഈ മുന്നോട്ട് പോകണം. ലോകം ഇങ്ങോട്ട് നോക്കുകയാണ്. സമർപ്പണം, ത്യാഗം, അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ഇങ്ങോട്ടാണ് നോക്കുന്നത്. പക്ഷിമൃഗാദികളോടും വനത്തോടും നദിയോടുമൊക്കെയുള്ള സ്നേഹം. വിഷ്ണുനാരായണൻ നമ്പൂരി ഒരു അനുഭവം പറഞ്ഞു. യുവനോട് ആഭിമുഖ്യത്തിൽ നടന്നൊരു വനത്തെ പറ്റിയുള്ള വലിയൊരു ചർച്ച. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് പോയ വേദങ്ങളിലെ ഈ ഇതിനെ സംരക്ഷണത്തിനെപ്പറ്റിയുള്ള ഒരു വലിയ ഇതൊക്കെ തയ്യാറായിട്ടാണ് കൊണ്ടുപോയത്. ചർച്ചയെല്ലാം കഴിഞ്ഞ് 3 ദിവസത്തിൽ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അവസാനമാണ് ഇദ്ദേഹം സമർപ്പിച്ചത്. ഇത് കേട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു ഇത് ആദ്യം അവതരിപ്പിക്കേണ്ടതായിരുന്നു. ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ യോഗ, നമ്മുടെ ആയുർവേദം, നമ്മുടെ സംസ്കൃത ഭാഷ, ജർമ്മനിയിലും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സംസ്കൃതം വലിയ സ്വീകാര്യമാണ്. ഭഗവത്ഗീത എല്ലാ ലോകരാഷ്ട്രങ്ങളിലും യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇവിടെ ഇല്ല. എവിടെയാണ് അടിസ്ഥാനം? നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മൾ പോകുന്ന വഴി നാളെ എന്തായി തീരണം? ഇനി നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അത് വരരുത്. ഈ ക്ഷേത്രങ്ങളൊക്കെ എന്തിനു വേണ്ടി? ഈ ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ സമാജം ശക്തമാകണം. രാവിലെ ഉണർന്ന് ക്ഷേത്രത്തിലേക്ക് വരണം. സാമൂഹ്യാരാധന നടക്കണം. വീടുകളിൽ രാമായണവും ഭഗവത്ഗീതയൊക്കെ വായിക്കണം. അമ്മൂമ്മമാർ കഥകൾ പറഞ്ഞു കൊടുക്കണം. ശ്രീരാമനെ, ശ്രീകൃഷ്ണനെ പറ്റി. അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് എന്തായിരിക്കും? തങ്കു പാസ്റ്റർ പറയുന്നതായിരിക്കും അവർ കേൾക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരു പാസ്റ്ററുണ്ട്, അവർ പറയുന്നതായിരിക്കും കേൾക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഓരോ വീട്ടിലും നാമം ജപിക്കുന്ന വീട്, ധർമ്മമനുഷ്ഠിക്കുന്ന വീട്, മണ്ഡലക്കാലത്ത് വ്രതമനുഷ്ഠിക്കുന്ന വീട്, മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ച് നമുക്കൊക്കെ മനസ്സിൽ ആ മകൻ ആരായിത്തീരണം എന്ന ആഗ്രഹം നമുക്ക് വേണം. ഭുവനേശ്വരി ദേവിക്ക് തൻ്റെ മകനെപ്പറ്റിയൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ മകൻ വളർന്ന് വിശ്വം മുഴുവൻ ലോകത്തിൻ്റെ ആളായിട്ട് മാറി. സ്വാമി വിവേകാനന്ദൻ. ആ വിവേകാനന്ദൻ യുവാക്കന്മാരുടെ ഹരമായിട്ട് മാറി. ഉണരൂ, എഴുന്നേൽക്കുമെന്ന് ആഹ്വാനം ചെയ്ത അദ്ദേഹമാണ്. അമ്മമാരെ, സഹോദരിമാരെ, ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ അവസ്ഥയും ഇന്നലത്തെ അവസ്ഥയും നോക്കി നാളെ നമ്മൾ എന്തായിത്തീരണം. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, സംഘടിച്ച് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ. അറിവ് വേണം, പഠിക്കണം, ഒന്നിച്ചു വരണം, കൂട്ടായ്മയെ മുന്നോട്ട് പോവുക, അകൽച്ചകൾ ഇല്ലാതാക്കുക, പരസ്പരമുള്ള വിദ്വേഷം ഇല്ലാതാക്കുക. ഞാനെന്ന ഭാവം സമർപ്പിക്കപ്പെടട്ടെ യജ്ഞത്തിൽ. ഞാനൊന്നുമല്ല. ആ രീതിയിലുള്ള ചിന്തയോടുകൂടി സാക്ഷാൽ ശ്രീ അയ്യപ്പനെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, ശരണം വിളിക്കാം. എല്ലാ വീടുകളിലും ശരണം വിളി മുഴങ്ങട്ടെ. ഓരോ ശരണം വിളി ഒരു പ്രാണായാമമാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പോഴും സ്വാമി ഇത്രേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് ശരണം വിളിച്ചാൽ അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വലിയ വിഷയങ്ങളൊന്നുമല്ല പറഞ്ഞു. സാമാന്യം നമ്മുടെ നിത്യേന അനുഭവിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. ഒരു കാര്യം, ഈ രാഷ്ട്രം നിലനിൽക്കണം, സമാജം നിലനിൽക്കണം, നമ്മളെ പുണ്യഗ്രന്ഥങ്ങൾ ബഹുമാനിക്കുന്ന തലമുറ വളർന്നു വരണം. എൻ്റെ നെഞ്ചത്ത് കുത്തിവെക്കേണ്ടത് ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനോ വിവേകാനന്ദനോ ആയിരിക്കണം. എവിടെയെങ്കിലും ജനിച്ച് ആർക്കെങ്കിലും വേണ്ടി ജീവിച്ച ആളുടെ ചിത്രം വെച്ച് മുന്നോട്ട് പോകാൻ വരുന്ന അവസ്ഥ അടിമത്തമാണ്. എൻ്റെ അമ്മയുടെ, എൻ്റെ അച്ഛനെ എനിക്ക് ബഹുമാനിക്കണം. നമ്മുടെ വീട്ടിൽ വെക്കുന്നത് അച്ഛൻ്റെ, അമ്മയുടെ, മുത്തശ്ശൻ്റെ ഒക്കെ പടം വെക്കും. പിന്നെ നമ്മൾ വെക്കും ഗുരുവായൂരപ്പൻ്റെ, അയ്യപ്പൻ്റെ വെക്കും. അതല്ലാതെ നമ്മുടെ എബ്രഹാം ലിങ്കൻ്റെ പടം നമ്മൾ വെക്കാറില്ല, ഉണ്ടോ? പക്ഷേ അമേരിക്കക്കാരൻ വയ്ക്കും.
ചൈനയിലെ വെക്കൂ വെക്കാറില്ല, നമ്മൾ വെക്കാറില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ആളാണെന്ന് വെച്ചൊരു വലിയ ശാസ്ത്രജ്ഞനുണ്ട്, നമ്മൾ വയ്ക്കും, സംശയമൊന്നുമില്ല. അതല്ലാതെ എല്ലാം പടിഞ്ഞാറ് നോക്കി എല്ലാം അങ്ങനെ ആയിത്തീരുന്നതിന് പകരം ഒന്നുണരും, എഴുന്നേൽക്കും, നമ്മുടെ മക്കളെ നേരെ ഒന്ന് ചിന്തിപ്പിക്കും. അവരും എൻ്റെ ശാരദ എൻ്റെ മകളാണെന്ന് അമ്മ പറയുമ്പോൾ അവൾ കാലിഫോർണിയയിലാണെങ്കിലും അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ചേ പെരുമാറും. ഇപ്പം അങ്ങനെയല്ല. അമ്മേ, ഞാൻ ഇവിടുത്തെ ടോമുമായി വിവാഹം കഴിഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സിനിമാ നടി ഒരു സിനിമാ നടി പറഞ്ഞത്, ഒരു അമ്മേ ഞാനും ഡാഷുമായിട്ട് വരികയാണ്, വിളക്ക് കൊളുത്തി വെക്കണം. രണ്ടുപേരും ഇന്ന് ഉണ്ട് കേട്ടോ, പേര് പറയാത്തതുകൊണ്ട് വിളക്ക് കൊളുത്തി വെക്കണം അമ്മയോട്. ഓമനിച്ച് വളർത്തിയ അച്ഛനും അമ്മയ്ക്ക് ഇതൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. അത് വരാതിരിക്കട്ടെ. നമ്മുടെ പ്രിയ മക്കൾ ആരും നല്ല രീതിയിൽ വളരട്ടെ. ഈ സാഹചര്യങ്ങളെല്ലാം അതിനായിട്ട് മാറട്ടെ. അറിവ് നേടണം, സമ്പത്ത് വേണം, ഐശ്വര്യം വേണം. അതിന് ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ ആരോഗ്യം നൽകണേ. നടന്നു പോകുന്നതിനിടയ്ക്ക് വീണു, അയ്യോ ഒരു അസുഖം ഉണ്ടായില്ല, അപ്പം തന്നെ പോയി. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറയും ശ്രേഷ്ഠമായ മരണം. മക്കൾ കേൾക്കരുതെന്നുള്ളതേ ഉള്ളൂ. ശ്രേഷ്ഠമായ മരണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ.